പ്രൈസ് ലോർഡ്. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യേശുക്രിസ്തു സ്നാനത്തെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്, അതേപോലെ യേശുക്രിസ്തു സ്നാനപ്പെട്ടിട്ടുണ്ട്, അതേപോലെ യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലൊന്നാമതായിട്ട് യേശുക്രിസ്തു സ്നാനത്തെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 20 വരെയുള്ള വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനം. അപ്പോൾ യേശു ക്രിസ്തു സ്നാനത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ടാമതായിട്ട് യേശു ക്രിസ്തു സ്നാനപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ 17 വരെ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശുവോ അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നറിയ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, യേശു ക്രിസ്തു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയെന്നും അപ്പോൾ സ്വർഗം തുറന്നെന്നും ദൈവാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങിയെന്നും അതേപോലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇനി യേശു ക്രിസ്തു ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയത്തില്ല. യേശു ക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് മിക്ക ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ വിശേഷം 3:22. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി വന്ന് യഹൂദ്യാദേശത്ത് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. അതായത് അവിടെ പറഞ്ഞാണ്, അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദാദേശത്ത് വന്നിട്ട് അവരോടുകൂടെ ശിഷ്യന്മാരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. വളരെ വ്യക്തമാണ്, യേശു ക്രിസ്തു സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ 23-ാം വാക്യം പറയാണ്, യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ വളരെ വെള്ളമുള്ള സ്ഥലത്താണ് സ്നാനപ്പെടേണ്ടത്. യേശു ക്രിസ്തു യോർദാനിൽ മുങ്ങി സ്നാനമേറ്റതുപോലെ നമ്മളും വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനപ്പെടേണ്ടത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന. ഐനോനിൽ വളരെ വെള്ളമുണ്ടായിരുന്നു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന്, അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാര് യോഹന്നാന്റെ അടുക്കൽ വരിക, റബ്ബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വളരെ വ്യക്തമാണ്. യോഹന്നാനോട് വന്നിട്ട് പറയാണ്, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ, നിന്നോടുകൂടെ ഇരുന്നവൻ. അതാരാണ്? യേശുക്രിസ്തുവാണ്. അപ്പൊ ആ യേശുക്രിസ്തു എന്ത് ചെയ്യാണ്? ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. കേട്ടോ? അപ്പൊ യേശുക്രിസ്തു എന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനമേറ്റിട്ടുണ്ട്. യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു സ്നാനത്തെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിലർക്ക് ഡൗട്ടുള്ള ഒരു വാക്യമുണ്ട്. ഈ യോഹന്നാന്റെ വിശേഷം ഇപ്പൊ നമ്മൾ 3-ാം അധ്യായം 22 മുതലാണ് വായിച്ചത്. എന്നിട്ട് 4:1 പറയുകയാണ്, യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. അപ്പൊ യേശുക്രിസ്തു കുറച്ച് പേരൊന്നല്ല, യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് പരീശന്മാര് കേട്ടപ്പോൾ എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ, യോഹന്നാൻ 4:1 ഞാൻ വായിക്കുന്നത്, ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അനേകം പേരെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന്
ഈ പരീശന്മാർ കേട്ടപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? പിന്നെ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല. പിന്നെ യേശു ആരെയും ചെയ്തിട്ടില്ല, പിന്നെ സ്നാനം കഴിപ്പിച്ചില്ല. അതിക്ക് മുമ്പ് വരെ ഈ പരീശന്മാർ അറിയുന്നത് വരെ, കേൾക്കുന്നത് വരെ യേശു ക്രിസ്തു അനേകം പേരെ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ വളരെ വ്യക്തമായി കണ്ടു, യേശു സ്നാനത്തെ കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്, യേശു സ്നാനപ്പെട്ടിട്ടുണ്ട്, യേശു മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയിട്ടുമുണ്ട്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള പുതിയ വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.